കൊണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗോവയിൽ നിന്ന് നമ്മൾ വെള്ളനാടേക്ക് പോവുകയാണ്. കൊണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ രണ്ട് ഭർത്താമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. എന്നാൽ എന്താണ് ചേട്ടൻ ചോദിക്കാൻ? എന്താണ് പഠിക്കാൻ വന്നിരിക്കുന്നത്? പാല് വാങ്ങിക്കാണ്. ഇവിടെ പാല് കൊണ്ടുവരുമോ? ഇത് സൊസൈറ്റി ആണോ? അപ്പുറത്തുണ്ട്. അപ്പൊ ഈ പാല് അവരിവിടെ കൊണ്ടുവന്ന് വിൽക്കും. അപ്പൊ മില്ലും പാല് കച്ചവടം എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ പാല് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. അയാൾ ക്യാമറാമാന്റെ സ്വഭാവം അതാണ്, അടുത്ത് വന്ന് പിടിക്കും. പാലിന്റെ കാശ് എടുത്ത് വെച്ചിരിക്കുകയാണോ? എത്ര 1 ലിറ്റർ പാലിന്? 1 ലിറ്ററിന്. അപ്പൊ 1/2 ലിറ്റർ വാങ്ങിക്കോ? 1 ലിറ്റർ വാങ്ങിക്കോ? 1 ലിറ്റർ വാങ്ങിച്ചിട്ട് 1 ലിറ്റർ പാൽ എപ്പോ തീരും? 2 ദിവസം 3 ദിവസം ഒക്കെ ആവും. ആള് ഉള്ളതുപോലെ കൂടുതൽ ആളുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജ് വെച്ചേക്കും അല്ലേ? ഡെയിലി വന്ന് വാങ്ങിച്ചൂടെ? എല്ലാ ദിവസം ഡെയിലി അല്ല, 2 ദിവസത്തിനിടയിൽ ഇങ്ങനെയൊക്കെ വരും. ചില സമയത്ത് ഇവിടെ കാണൂല. ചിലപ്പോ ഗസ്റ്റ് ഒക്കെ കാണുമല്ലോ വീട്ടില്. അപ്പൊ പാല് പെട്ടെന്ന് തീരും. സീരിയലിന്റെ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ചോദിക്കാനും പറയാൻ ആളുണ്ട്. അത് മാത്രമല്ല, കൊച്ചു പിള്ളേരെ ഫോട്ടോ ഒന്നും അങ്ങനെ എടുത്തോണ്ട് പോകാൻ പാടില്ല അല്ലേ? ഇത്ത എന്ത് ചെയ്യുന്നു? ഞാൻ ആരായി? സ്കൂൾ ടീച്ചർ അല്ലേ? അവിടെ ചോദിച്ചാ പറയാമേ. സ്കൂൾ ടീച്ചർ ഇത്ര പിള്ളേരെ പഠിപ്പിച്ച ആളാണ്. ഞാൻ 35 വർഷം പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികളെ നമ്മളെയും പഠിപ്പിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്, നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അത് മാത്രമേ നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. എല്ലാം പിള്ളേർ പഠിക്കുന്നതിന് വെറും തെറ്റ് എന്ന് വെട്ടിക്കൊടുക്കാൻ പാടില്ല. അതറിയണം. അതെന്താ? ആ കുട്ടികളെ നിരാശപ്പെടുത്തുകയാണ്. അതേസമയം ആ കുട്ടികൾക്ക് ആ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ തെറ്റല്ലെങ്കിൽ അത് എങ്ങനെ അതിനെ തിരുത്തി അതിന് ശരിയാക്കാം എന്ന് പറഞ്ഞു വേണം ശരിയാക്കാൻ. പണ്ടാരാണ്ട് പറയാനുണ്ട്, ടീച്ചർമാരുടെ അടുത്താൻ ചെന്ന് ഇരിക്കരുത്, ഇവര് ഉപദേശിച്ച് പഠിപ്പിച്ച കളയോ. എനിക്ക് അബദ്ധം പറ്റി, ഞാനിവിടെ ഒരു ടീച്ചറാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോ ഉടനെ പറയണ്ട വല്ല കാര്യമുണ്ടോ? ചുമ്മാ. അപ്പൊ ഇത്താൻ ചെയ്യുന്നു എന്തുവായിരുന്നു? ടീച്ചറായിരുന്നു അല്ലേ? പിന്നെ കുട്ടിയായിരുന്നു, പഠിപ്പിക്കായിരുന്നു, പഠിക്കായിരുന്നു. എന്തോ എങ്ങനെയാ? ഹൗസ് വൈഫ്. അതാണ് അത് പറഞ്ഞത്. ഇപ്പൊ അവിടെ എത്ര ലിറ്റർ പാല് വാങ്ങിക്കും ഒരു ദിവസം? ഒരാഴ്ചത്തേക്ക് ഒരു എന്നാസ് നിറച്ച് വാങ്ങിക്കും. പൈസ ഉള്ളതുപോലെ ദൂരെ കൂടുതലുണ്ടല്ലേ? ഇത് പിന്നെ പശു പാലായതുകൊണ്ട്, നാടൻ പാലായതുകൊണ്ട് വെള്ളം ചേർക്കത്തില്ലല്ലോ. നല്ല കട്ടിപ്പാല് തന്നെ. ഇവര് പറ്റിക്കലില്ല. ചിലരുടെ പാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലും. ഇവിടെ തന്നെ നമ്മുടെ കൊണ്ണിയൂർ റെസിഡൻസ് അസോസിയേഷൻ ഒരു സൊസൈറ്റി ഉണ്ട്. പക്ഷെ ഒരു കാര്യം എന്നെ വിളിച്ചതിപ്പോ ഇതെന്തോ ശരിയാണ്. ഇത്ര അങ്ങോട്ട് കൊണ്ടുവരണം. മുൻഷിയാണോ ഇത്? ഇത്ര മുഖത്തിന്റെ അടുത്തോട്ട് കൊണ്ടുവരും. അതില് പറഞ്ഞ എന്നിട്ട് അവര് ആ പാല് ഇവിടെ ഒരുപാട് പശുക്കളും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഒരു നിശ്ചിതമായ തരത്തില് അവർ പാല് കൊടുത്ത് അതിന് പൈസ ഇതാക്കും. ഈ കൊണ്ണിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെ ഈ പേര് വന്നു കൊണ്ണിയൂരെന്ന്? എന്തോ കൊണ്ണിയൂർ പണ്ടുള്ളവര് പണ്ട് ഇതായിരിക്കാം, അല്ല നമുക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഇവിടെ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തിന് താമസിച്ചിട്ട് ചോദിച്ചൂടാ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര് എങ്ങനെ വന്നത് അന്വേഷിക്കണ്ടായിരുന്നു? അങ്ങനെയൊക്കെ അന്വേഷിച്ചു. പണ്ട് ആദ്യം കൊണ്ണിയെന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പം കൊണ്ണിയൂർ എന്നുള്ളതാണ് അതിന്റെ പത്രങ്ങളിലും ഒക്കെ ഉള്ള എഴുത്ത്. ഞങ്ങളിങ്ങനെ കൊണ്ണിയൂർ വഴി യാത്ര ചെയ്തപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ബാത്റൂമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഇവിടുത്തെ നാട്ടിലെ വിശേഷം എന്ന് അറിയാൻ വന്നു. ഒരു ടീച്ചറെയും കണ്ടു, ഒരു ഹൗസ് വൈഫിനെയും കണ്ടു. പാല് വാങ്ങിക്കാൻ വന്നാന്ന് പറഞ്ഞു. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും പാല് വാങ്ങിക്കാൻ വന്നാണ്. പാല് വാങ്ങിക്കാൻ വന്നാണ്. നല്ല പാലായതുകൊണ്ടാണ്. നിങ്ങൾ ദൂരെ പോയിരിക്കുന്നത്. പാല് വാങ്ങിക്കാൻ പറ്റത്തില്ല, അടുത്തല്ലേ? തുറന്നില്ലേ?
എത്ര പാല് വാങ്ങിക്കും ഒരു ദിവസം? 600 രൂപ. 600 ഗ്രാം. 600 മില്ലി. അത് ശരി. അപ്പൊ എത്ര രൂപ അതിന്? അപ്പൊ അങ്ങനെ ഇവിടെ ഒരു പാല് കച്ചവട കേന്ദ്രത്തിൽ നമ്മൾ എത്തിയതുകൊണ്ട് ഞാൻ അവരെ കണ്ടു, നമ്മൾ അവിടെ സംസാരിച്ചു, നമ്മൾ ഇവിടെ നിന്ന് പോകും. അപ്പൊ ഞങ്ങൾ പോകുന്നില്ല ഏട്ടാ, ഒന്നും വിഷമിക്കണ്ട, ഒരു ദ്രോഷമൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾ പോട്ടെ. സന്തോഷം.